ദിലീപിന്റെ രണ്ടാം വിവാഹമാണ് കാവ്യ മാധവനുമായിട്ടുള്ളതെന്നുള്ള ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു കഥയ്ക്ക് മുൻപേ തന്നെ ദിലീപിന്റെ മൂന്നാം വിവാഹമാണ് കാവ്യയുമായിട്ടുള്ളത് എന്ന് വാർത്തകളുണ്ടായിരുന്നു. മരിച്ചുപോയ മിമിക്രി താരവും നടനുമൊക്കെയായിരുന്ന അബി ഉൾപ്പെടെ അന്ന് ദിലീപിന്റെ ആദ്യ വിവാഹത്തിന് പങ്കെടുത്തതായി ചിത്രങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എവിടെയാണ് പ്രേക്ഷകർക്ക് തെറ്റുപറ്റിയത്? ദിലീപിനെ വിശ്വസിച്ചിരുന്നു എന്നാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ ഇന്നലെ 8 വർഷങ്ങൾക്ക് ശേഷം ദിലീപ് നിരപരാധി എന്ന വാർത്ത വന്നപ്പോൾ എല്ലാവരും കൈകൊട്ടി ആഘോഷിക്കുകയും അതേസമയം ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ നിൽക്കുകയുമായിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിലേക്ക് എത്തിയ ദിലീപ് കൊച്ചുവേഷങ്ങളിലൂടെ പതുക്കെ പതുക്കെ വളർന്നു. അറിയപ്പെടുന്ന നടനായി മാറി. സൂപ്പർ താരം എന്നൊരിക്കലും വിശേഷിപ്പിക്കപ്പെടാത്ത ജനപ്രിയ നായകൻ എന്ന ലേബിൽ സൂപ്പർ താരമായി. ഒരു വേള താരസംഘടന അമ്മയെയും ടെക്നീഷ്യൻസിന്റെ സംഘടനയായ മാക്ടയെയും നിർമ്മാതാക്കളുടെ വിതരണക്കാരുടെയും എന്തിന് തിയേറ്റർ ഉടമകളെ വരെ നിയന്ത്രിക്കുന്ന മലയാള സിനിമയിലെ ഏറ്റവും ശക്തനായ വ്യക്തിയായി തന്നെ അദ്ദേഹം വളർന്നു. മല്ലുവുഡിൽ ആര് വീഴ്ത്തണം ആര് വാഴണം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയായി ദിലീപിന്റെ വളർച്ച. ഫെബ്രുവരിയിൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ 2017 ഫെബ്രുവരി 17 നടി ആക്രമിക്കപ്പെട്ട സംഭവമുണ്ടായി. അവിടെ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് ഹീറോ പദവിയിൽ നിന്ന് സീറോ പദവിയിലേക്ക് എത്തി. ഇതിൽ ആദ്യത്തെ 3 മാസം ദിലീപ് നേരിട്ട ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് കഥ മാറി. ദിലീപിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഉദയകൃഷ്ണയുടെ ഒരു തിരക്കഥയിലൊക്കെ സാധാരണ കാണുന്നത് പോലെ നായകൻ ഒറ്റ രാത്രി കൊണ്ടോ അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ടോ വില്ലനായി മാറി. ഈ ഒരു കാഴ്ചയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദിലീപിന്റെ പരിവേഷത്തിൽ തന്നെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഏട്. ദിലീപിൽ നിന്ന് ജനപ്രിയ നായകനിലേക്കുള്ള യാത്രയ്ക്ക് പിന്നെയും ഒരുപാട് ദൂരമുണ്ടായിരുന്നു. സൈന്യം, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്, സിന്ദൂരരേഖ തുടങ്ങിയ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ അഭിനേതാവായി എത്തിയ ദിലീപ് തുടർന്നും മിമിക്രിയിൽ സജീവമായി. ഏഴരക്കൂട്ടത്തിൽ നായകന്മാരായ ഒരാളായി. സല്ലാപത്തിലൂടെ മഞ്ജുവിന്റെ നായകനായി എത്തിയ ദിലീപ് പിന്നീട് മലയാള സിനിമയിൽ മെല്ലെ ഇടം പിടിച്ചു. ലോഹിതദാസ് എഴുതിയ സല്ലാപത്തിലൂടെ ജൂനിയർ യേശുദാസ് എന്ന കഥാപാത്രത്തെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. തുടർന്ന് ഈ പുഴയും കടന്നെന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴാണ് ദിലീപും മഞ്ജും പ്രണയത്തിലാവുന്നത്. അക്കാലത്തിൽ കത്ത് നൽകുന്ന നടിയായിരുന്നു മഞ്ജു. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിളിപ്പേരുള്ള താരം. ദിലീപ് ആവട്ടെ ഒരു ശരാശരി സ്വഭാവ നടൻ മാത്രം. അതുകൊണ്ട് തന്നെ മഞ്ജുവിന്റെ വീട്ടുകാർ അതിശക്തമായി പ്രണയത്തെ എതിർത്തു. സംവിധായകൻ ലാൽ ജോസിന്റെ സഹായത്തോടെ ഒളിച്ചും പാത്തുമായി പ്രണയം. 1998 മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം കഴിക്കുകയും പിന്നീട് മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് അഭിനയത്തിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. 6-ാം തമ്പുരാൻ, സമ്മർ ഇൻ ബത്ലഹേം, കണ്ണെഴുതി പൊട്ടും തൊട്ട് തുടങ്ങിയ തുടർച്ചയായ ഹിറ്റുകളിലൂടെ ജ്വലിച്ചു നിൽക്കുന്ന സമയത്താണ് അവർ തന്റെ കരിയറിനെ കർട്ടനിടുന്നത്. മലയാള ഇൻഡസ്ട്രിക്ക് തന്നെ വലിയ ഒരു തിരിച്ചടിയായിരുന്നു അത്. മഞ്ജു വിവാഹത്തിന് തൊട്ട് മുൻപ് അഭിനയിച്ച ചിത്രം പത്രം എന്ന സിനിമയും സൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു. അതിനുശേഷം എന്തിന് മഞ്ജു സിനിമ നിർത്തിയെന്നത് ഇന്നൊരു ചോദ്യമാണ്. എന്നാലും ദിലീപിന് 3 വിവാഹം കഴിച്ചു എന്ന് പലർക്കും വിശ്വസിക്കാനായിട്ടില്ല. ആദ്യത്തെ വിവാഹത്തിന് ശേഷം പിന്നീട് മഞ്ജുവും അത് കഴിഞ്ഞ് കാവ്യയും മാത്രമായിരുന്നു പുറത്തു വന്നത്. എന്നാൽ ആദ്യ വിവാഹത്തിന് പലരും പങ്കെടുത്തത് ആർക്കും അറിയില്ല. മിമിക്രി കാലഘട്ടത്തിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഗോപാലകൃഷ്ണനായിരിക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു നാടകമെല്ലാം നടന്നതെന്നാണ് കൃത്യമായുള്ള കാര്യം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.